ഹലോ ഗായ്സ്, ഇതെല്ലാം സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? ഞങ്ങൾ ഇങ്ങനെ ഒരു ടൂറല്ലേ പോണ്. ടൂറ് പോണെ കുറിച്ചാണ്. മറ്റേ പൂവാറന്തോട് പോവാണ്. ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എന്തെങ്കിലും കമന്റിൽ അറിയിക്കുക. എന്നാലേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടിയുടെ മൊത്തം ഈവനിങ് വൈബ് പിടിക്കാൻ പോവാ. ഈവനിങ് വൈബ്, വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. കോടഞ്ചേരി, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കോടഞ്ചേരി പൂവാറന്തോട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജാതികത്തോട്ടുള്ളത് ആടാണ്. അത് മറ്റേടത്തല്ലേ? ആടാണ് കപ്പേള മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം. അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ കൊടുക്കണ്ടോ? ഓക്കെ, സ്റ്റാർട്ട്. മറ്റേ ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ കൂടരഞ്ഞിൽ നിന്നും എടുത്തോട് തിരിഞ്ഞ് പൂവാറന്തോടുള്ള റോഡിലേക്ക് കയറിയതാണ്. നല്ല വൃത്തിയുള്ള റോഡാണിത്. നല്ല മനോഹരമായ റോഡ്. മൂന്ന് വൃത്തിയായിട്ട് വണ്ടി ഓട്ടുന്നുണ്ട്. ഷാഫി, റോഡിനെ കുറിച്ച് പറയാനുള്ളത് ഇതുവരെ കേരളത്തിൽ ഇങ്ങനെ റോഡ് വേറെ ഉണ്ടോ? റോഡ് പെയിന്റോ കഴിച്ചു. മൂന്നാർ ഇതുപോലെ റോഡ് കണ്ടിരുന്നു. മൂന്നാർ കേരളത്തിലാണല്ലോ. മൂന്നാറും ഇവിടെയാണ് ഇതുപോലെ വൃത്തിയുള്ള റോഡ്. ആരെ വരാൻ പറ്റുകയാണെങ്കിലൊക്കെ വരിക. നല്ല റോഡാണ്, നല്ല വായത്തോട്ടുണ്ട്, നല്ല കൊലുണ്ട്. പറയുമ്പോ നല്ല കൊലുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഏരിയ. ഒന്ന് വെട്ടിയാലോ? ഇവിടെ കുറച്ച് എനിക്കിവിടെ തണുപ്പ് അധികമാണെന്ന് അതുകൊണ്ട്. തണുപ്പോ? നട്ടുച്ചക്കും ഇവിടെ ഏട്ടാ, ഇവിടെ കുളമുള്ള ഏടാ. കുളിക്കാനുള്ള പറ്റിയ കുളം ഉണ്ട്. കുളിക്കാൻ പറ്റിയ കുളം പിന്നെ റിസോർട്ടിലുണ്ട്. അല്ലാതെ ഇവിടെ വേറെ കുളമൊന്നുമില്ല. പിന്നെ അമ്പലത്തിന്റെ അടുത്ത് ഒരു കുളം ഉണ്ടെന്നൊക്കെ പറയുന്നിട്ട്. അവിടെ കുളമൊന്നുമില്ല. അവിടെ പുഴയുണ്ട്. പുഴ എവിടെ ഉള്ളേ? അവിടെ അങ്ങോട്ട് പോകണം. ലെഫ്റ്റ് സൈഡ്. ഇപ്പൊ ഇവിടെ താഴത്ത് അങ്ങോട്ടുള്ള റോഡ്, എടുത്തുള്ള റോഡ്. ഇവിടെ പോയാല് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ഇതുണ്ടോ, ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലമല്ലേ? റോഡ് മേൽക്ക് വെള്ളം വരുന്നത്. അവിടെ പാലം കെട്ടി അടച്ചു കളഞ്ഞു. ഇപ്പൊ അടിച്ചു കളഞ്ഞോ? പാലമാണ്. ആദ്യം നല്ല രസം ഉണ്ടായി. അതിപ്പോ ഒക്കെ ഒഴിവാക്കിയ. അവിടെ വെള്ളമില്ല. വെള്ളമില്ല. ഇപ്പൊ ഒന്ന് പോയി നോക്കാം ജസ്റ്റ് അല്ലേ? വെള്ളമല്ല അല്ലേ? ആദ്യം നല്ല രസം. ഇങ്ങനെ റോഡ് മുക്കൂടെ ഇങ്ങനെ വെള്ളം തെറപ്പിച്ച് പോയി. ഇറങ്ങി കയറി അത് അടിച്ചല്ലേ? നിങ്ങളാ? ഓക്കെ, എന്നാൽ നിങ്ങള് പേരെന്താ? എന്നാ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി നോക്കട്ടെ. ശരി. ചായണ്ടോ? എന്താ കടിയില്ലേ? മതി. മൈക്കെടുക്കാം. ലൈറ്റ് എടുക്കാം. ഒരു ചായ കുടിച്ചാല് പേരെന്താ? എൻ്റെ പേര് സെയ്ദ്. ഇപ്പം ഇത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ജാതികത്തോട്ടാന്നൊക്കെ പറയുന്നത് ശരിയാണോ? അവിടെ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇവിടെ ചെല്ലുമ്പോൾ ഇടത്തോട്ട് റോഡുണ്ട്, അതിന് പോകണം. നേരെ പോകരുത്, ഇടത്തോട്ട് പോകരുത്. അതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയുധത്തിൻ്റെ നടുക്കോടെ ആ റോഡ് പോകുന്നത്. തോട്ടത്തിന് നടുക്കൂടാ. ഇവിടുന്ന് എടുത്തോട്ട് പോയിട്ട് അങ്ങോട്ട് പോയാൽ നമുക്ക് തോട്ടത്തിൽ കയറാം. തോട്ടത്തിൽ കയറാൻ പറ്റുമെന്ന് തോന്നിയില്ല. അവിടെ അനുവാദം വാങ്ങിയാൽ നമുക്ക് കയറാൻ പറ്റും. അല്ല, അത് കയറണമെന്നില്ല. രണ്ട് സൈഡിലും തോട്ടമല്ലേ, നല്ല ഇത് കാണാൻ പറ്റും. കാണാൻ പറ്റൂലേ?
പിന്നെ ഇവിടെ നിന്ന് നേരെ പോയി കുറച്ച് ഒരു ചെറിയൊരു പാലവും അതിൻ്റെ അടിയിൽ കുറച്ച് പാറയൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ അല്ലേ? അല്ല, ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്താണ് ഒക്കെ എടുത്തോട്ട് പോയിട്ടാ ഒരു അങ്ങാടിയൊക്കെ ഉള്ള എടുത്തോട്ട് പോയിട്ടാ. ചെറിയൊരു അങ്ങാടിയാണ് മറ്റേ സിനിമ ഷൂട്ടിങ് നടന്ന് കപ്പേള ഷൂട്ടിങ് നടന്ന് അത് ഇവിടെ നിന്ന് അത് അതിന് മാത്രം പോകാനല്ല. ഇവിടെ തിരിഞ്ഞ് ആ തിരിയുന്നോട് തന്നെ അടുത്ത് തിരിഞ്ഞ് ചെറിയ പാലമുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു പാലമുണ്ട്. അവിടെ തന്നെ അവിടെ നിന്നാണ് കാര്യമായിട്ട് ഷൂട്ടിങ്. കപ്പേള അവിടെ പോസ്റ്റ് ഓഫീസ് ഒക്കെ അല്ലാടാ. പിന്നെ മുകളിലും അതിന്റെ മുകളിലും ഞാൻ ഈ പറഞ്ഞു ജാതിക്കാത്തോട്ടം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നിടത്താണ് അതിന്റെ ബാക്കിയുള്ള ലൊക്കേഷൻ, കാര്യമായിട്ടുള്ള ലൊക്കേഷൻ. വീടും കാര്യങ്ങളൊക്കെ ആ കപ്പാള കുരിശുപള്ളി കാട്ടുന്നതും ഒക്കെ അതിന്റെ മുകളിലാണ്. ഞാനീ പറഞ്ഞതിന്റെ തൊട്ട് മുകളിൽ അതിന്റെ തൊട്ടുള്ള പറമ്പാണ് ഈ പള്ളിയിലെ പറമ്പ്. അവിടെ വരെ നേരെടുത്ത് പോയോ? അവിടെ അപ്പുറത്തോട്ട് നിർത്തിക്കോ. അവിടെ ഒരു ഇതില്ലേ അടുത്തുണ്ട്. ആണ് ഇറങ്ങിയെടുക്കണ്ടല്ലോ ആദ്യോ. അപ്പോൾ ഇത് പൂവാറന്തോടല്ല, ആനക്കുന്നും പാറ എന്ന് പറയാം ഈ സ്ഥലത്തിന്. അപ്പോൾ ഈ ഏട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇവിടുന്ന് വേണേൽ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും എന്താക്കുക ഇവിടെ വരിക. എന്താ വന്നിട്ട് കാണുക. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. സിറ്റി എന്നൊക്കെ അങ്ങോട്ട് വരുന്നതേ നമുക്ക് ആ ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു വൈബാണ്. ഇവിടെ നല്ല ഒരു പ്രകൃതി രമണീയല്ലേ. മൊത്തത്തിൽ നല്ല വെള്ളം, നല്ല മരങ്ങൾ, നല്ല തണലൊക്കെ കിട്ടും. ഇവിടെ വന്ന് നമുക്ക് എന്താക്കാം മൈൻഡൊന്ന് കൂളാക്കി ഫ്രഷാക്കി പോവാം അല്ലേ? അതെ, മൊത്തത്തിൽ ഓക്കെ.